നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, കാർത്തിയെ വിളിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം കല്യാണിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷനായിട്ട് കല്യാണി നേരെ കിരണിന്റെ അടുത്തേക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കിരണേട്ട, കാർത്തിയേച്ചി ഇപ്പൊ ഫോൺ വിളിച്ചു വെച്ചെന്ന് പറഞ്ഞു. അല്ല, കാര്യം എന്താ? നമ്മളെ രണ്ടുപേരെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്, അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞേ. അല്ല, കാര്യം എന്താന്ന് പറഞ്ഞില്ലേ? കാര്യമൊന്നും പറഞ്ഞില്ല. എനിക്ക് നല്ല സംശയമുണ്ട് കിരണേട്ട. ഒരു പക്ഷേ ഇനിയിപ്പം ആ ഗംഗാപ്രസാദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ സി ഐ മാർട്ടിൻ അവിടെ ചെന്ന് അവരെ ചോദ്യം ചെയ്തെന്ന് അറിയില്ലല്ലോ. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അങ്ങനെ ആയിരിക്കുമോ? മിക്കവാറും അതിന് ചാൻസ് കൂടുതലുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിരണും കല്യാണിയും കൂടെ പോവാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് രാഹുല് രൂപയും ചന്ദ്രസേനയൊക്കെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം എന്നൊരു വിചാരത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ചന്ദ്രസേന രൂപയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെയാണല്ലോ സാരിയുടെ മോളും ഉള്ളത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരിയാണ് അങ്ങോട്ടേക്ക് വരുന്ന കഥ തുറക്കുന്നത്. കയ്യിൽ മോളും ഉണ്ടായിരുന്നു. രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശാരി ഞെട്ടിപ്പോയി. പെട്ടെന്ന് ശാരി ചോദിച്ചു, നിങ്ങളോ? അല്ല, നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങിയത്? പരോളിന് ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചു. അതെ, ഞാനിപ്പോൾ വന്നോളൂ, വരുന്ന വഴിയാ. എനിക്ക് മോളെ ഒന്ന് കാണണം തോന്നി. മോളെ നിന്നെയൊക്കെ കാണാൻ കൊതിയായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. എന്നാലും ശാരി, നീ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല. എന്നെ അങ്ങോട്ട് കാണാനൊന്നും വരാറ് പോലും ഇല്ലല്ലോ. എന്നെ തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. പക്ഷെ എനിക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കൺമണി മോളെ എനിക്ക് കാണാൻ കൊതിയായെന്ന് പറഞ്ഞു. ആ സമയം ശാരി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടെങ്ങാനും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും രൂപ ആ സേനയൊക്കെ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. ശരി, നീ അങ്ങനെ പറയരുത്. എനിക്ക് മോളെ ഒന്ന് എടുക്കണം. എത്ര നാളായി ഞാൻ മോളെ ഒന്ന് കൊഞ്ചിട്ട് ഇങ്ങോട്ട് താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും വേണം സേനൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. സേനൻ വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ അവിടെ നിൽക്കുന്നു. സേനൻ ചോദിച്ചു, നിനക്കെന്താടാ അവിടെ കാര്യം ചോദിച്ചു. രാഹുൽ പറഞ്ഞു, അല്ല, അത് പിന്നെ ഞാൻ കൺമണി മോളെയൊക്കെ ഒന്ന് കാണാനായിട്ട്. കൺമണി മോളോ? ഏത് കൺമണി മോള്? അതിന് നിന്റെ കൊച്ചുമോളൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. സേന, ഇങ്ങനെ പറയരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും വാശിയും വരികയും കാണും. പക്ഷെ എനിക്ക് എന്റെ കൊച്ചുമോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? കൊച്ചുമോളോ? നിനക്കത് പറയാനായിട്ട് എന്ത് യോഗ്യതയാണോ ഉള്ളത്? നീ എന്ത് ധൈര്യത്തിന് പുറത്ത് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നേ? നീ ചെയ്ത ക്രൂരതകളൊക്കെ ഞാൻ പെട്ടെന്ന് മറക്കൂന്ന് ഓർത്തോ? സേന, ഞാൻ ചെയ്യാൻ പാടാത്ത പല ക്രൂരതകളും ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുക. ഞാൻ പഴയ രാഹുലല്ല. കാരണം ജയിലിൽ പോയ സമയത്ത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. അതുകൊണ്ട് എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. നിന്നോട് പൊറുക്കണമല്ലേ? നീ ജയിലിൽ പോയത് എന്തിനാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എടാ, ഈ വീട്ടിൽ വെച്ചാണ് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചേ. അതൊക്കെ ഞാൻ മറക്കണമല്ലേ? പണത്തിനൊക്കെ വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും, നീ നിന്റെ മോളും. പക്ഷെ നിന്റെ മോളൊക്കെ ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. എത്ര നാളത്തേക്കാന്ന് അറിയില്ല. നീ പരോളിനിറങ്ങിയത് എന്ത് ഭാവിച്ചാന്നും അറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക്. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അതെ, എനിക്കെന്റെ മോളെ കാണണം. മോളെ കണ്ട് ഒന്നെടുത്ത് കൊഞ്ചിക്കണം. ഒന്നുമല്ലേലും എന്റെ കൊച്ചുമോളല്ലേന്ന് ചോദിച്ചു. കൊച്ചുമോളാണ് പോലും. നാണം ഉണ്ടോടാ ഇതും പറഞ്ഞ് നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? നീ മര്യാദക്കാരനായിരുന്നെങ്കിൽ ഇപ്പം നിന്റെ വീട്ടില് ഇതേ നിന്റെ കൊച്ചുമോള് കണ്ടേരം. എന്നിട്ട് അപ്പം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സേനം ദേഷ്യപ്പെടുവാണ്. നിന്റെ പൊടി പോലും ഇവിടെ കണ്ടേക്കല്. നീ എന്ത് ഉദ്ദേശിച്ചാ വന്നേന്ന് എനിക്കറിയാം. ഒന്നെങ്കിൽ എന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മരുമോളെ ഇല്ലാതാക്കാനല്ലടാ നീ പരോളിന് ഇറങ്ങിയിരിക്കുന്നേ. സേന, അങ്ങനൊന്നും പറയരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. സത്യം പറയടാ, നീ പെണ്ണി എന്ത് ഉദ്ദേശത്തില ഇങ്ങോട്ടേക്ക് വന്നേ? ഇത്ര ധൈര്യത്തിൽ നീ കയറി വരണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് രൂപ അങ്ങോട്ടേക്ക് വരുന്നത്. രൂപ കണ്ടിത്. രൂപയ്ക്ക് സഹിക്കാൻ പറ്റില്ല. രൂപ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. രൂപേ, എനിക്ക് നിന്നെയൊക്കെ ഒന്ന് കാണണമായിരുന്നു. എത്ര നാളായി കണ്ടിട്ട്. കാണണം പോലും. സ്വന്തം ചോരയാന്നൊരു പരിഗണന ഇല്ലാതെയല്ലേ നിങ്ങൾ എന്നെ നശിപ്പിച്ചത്. എത്ര കാലം നിങ്ങളുടെ ക്രൂരതയും ഞാൻ കഴിഞ്ഞു. എൻ്റെ ചന്ദ്രനെ എന്നെ തമ്മിൽ അകറ്റിയിട്ട് വർഷങ്ങളോളം നിങ്ങൾ കഴിഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളോട് ഞാൻ ക്ഷമിക്കണമല്ലേ? സ്വന്തം ചോരയാന്നോർത്ത് മാത്രം നിങ്ങളെ കൊല്ലാത്തെ. അല്ലെ പണ്ട് നിങ്ങളെ ഞാൻ കൊന്നേനെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ എത്രയോ വർഷങ്ങളാണെന്നറിയോ നിങ്ങൾ കാരണം പോയത്. എന്നിട്ട് വീണ്ടും അടുത്ത ട്രിക്കായിട്ട് വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ചന്ദ്രേട്ടൻ നിങ്ങൾ കൊല്ലാനും നോക്കി. ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കണമല്ലേ? രൂപേ, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് പോവാനായിട്ട് വേറെ ഇടവില്ലാഞ്ഞിട്ടാ. പോവാൻ ഇടവില്ലെങ്കിൽ എവിടെയാന്ന് ചോദിച്ചാൽ പോയി കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോണമെന്ന് പറഞ്ഞു. പക്ഷെ രാഹുൽ അവിടെ തന്നെ നിൽക്കുകയാണ്. നല്ല ദേഷ്യമായി രൂപയ്ക്ക്. രൂപ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അകത്തേക്ക് ഇരുന്നിട്ട് അവിടെ തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, കുടിവെള്ളം ഉണ്ടായിരുന്നു. അത് പാത്രത്തിനകത്ത് എടുത്തുകൊണ്ട് ഒറ്റ ഒഴിക്കുകയാണ്. പെട്ടെന്ന് കൈയും കൊണ്ട് ഇങ്ങനെ രാഹുൽ തടഞ്ഞുകൊണ്ട്, കൈയൊക്കെയാണ് പൊള്ളിയുള്ളൂ. ഇറങ്ങിപ്പോയിക്കണം, ഇല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥയെന്ന് പറഞ്ഞു.
അത് കണ്ടപ്പോ ശാരിക്ക് സഹിച്ചില്ല. ഒന്നുമല്ലേലും ഭർത്താവല്ലേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഒരാശ്രയം രൂപ സേനുമാണ്. ഇനിയിപ്പം രാഹുലിന് സപ്പോർട്ട് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ രാഹുല് 10-15 ദിവസം കഴിയുമ്പോഴത്തേനും ജയിലിലേക്ക് തിരികെ പോകും. ആ സമയത്ത് ഒരു ആശ്രയം ഉണ്ടായിരിക്കില്ല. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, ഇറങ്ങിപ്പോ നിങ്ങൾ പിന്നെ എന്ത് കാണാൻ എവിടെ നിൽക്കണം എന്നൊക്കെ ചോദിച്ചു. രൂപ പറഞ്ഞു, ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോഴേക്ക് രാഹുൽ പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഇത്രയ്ക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, അല്ല ജീവനോടെ ഇവിടുന്ന് പോകത്തില്ലെന്ന് സേനും പറഞ്ഞു. പിന്നീട് ശാരിയോടൊക്കെ പറഞ്ഞു, അകത്തേക്ക് കയറി കഥ അടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി കഥ അടയ്ക്കുവാണ്. രാഹുലിന് കട്ട കലിപ്പായിരുന്നു. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ സേന. ദേ ഇപ്പൊ ഞാൻ വന്ന് അന്നേരത്തിന്റെ ഭാവത്തിൽ നിന്റെ അടുത്തേക്ക് വന്നേ. പക്ഷെ ഞാന് ഇതിന്റെ ഇടയ്ക്ക് ചില കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിനക്കിട്ടൊക്കെയുള്ള പണി വരുന്നുള്ളൂ. അധികം വൈകാതെ നീയൊക്കെ സങ്കടം കൊണ്ട് പൊട്ടിക്കരയെന്ന് ഞാൻ കാണും. നിന്റെയൊക്കെ പ്രിയപ്പെട്ട കല്യാണി, അവളെ ഞാൻ തീർക്കാൻ വേണ്ടി വന്നാടാ. അതൊക്കെ നീ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ രാഹുൽ ഇങ്ങനെ മനസ്സിൽ പറയണം. ഈ സമയത്ത് ശാരിക്ക് ആകപ്പാടെ ടെൻഷനായിരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ശാരി പറഞ്ഞു, എന്നാലും രൂപയെ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കണ്ടായിരുന്നു പറഞ്ഞു. ചൂടുവെള്ളമല്ല, തലവഴിയെ തിളച്ച വെള്ളം ഒഴിച്ചു കൊണ്ടോ ചെയ്യണ്ടേ. അതായിരുന്നു ശരിക്കും ചെയ്യണ്ടേ. അങ്ങേരുടെ സ്വഭാവം വെച്ച എന്താ. ഇനിയിപ്പം ശാരിക്ക് സിമ്പതി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, മോളെ കൊണ്ട് ആ കൂടെ അങ്ങോട്ട് പോയിക്കോ. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ രൂപേ. എങ്കിൽ പറയരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാതെ സിമ്പതി കാണിച്ചോണ്ട് ആ ദുഷ്ടന്റെ പിന്നാലെ പോകാനാ ഭാവമെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് കയറേണ്ട വരത്തില്ല. അറിയാലോ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അതിന്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് കുടുംബം കലക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശാരി ഒന്നും കൂടുതൽ പറയാൻ പോയില്ല. അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അതിനുശേഷം സരയുവിനെ വിളിക്കണം. സരയുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. നിന്റെ അച്ഛനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്വീകരണമൊന്നും അല്ല നിന്റെ അങ്കിളും ആന്റിയൊക്കെ കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ചാൽ വിട്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അച്ഛനത് അർഹിക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ കുറ്റപ്പെടുത്തുവാണ്. കാരണം അച്ഛൻ അതുപോലത്തെ ക്രൂര കാര്യങ്ങളൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ഛന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും സംശയിക്കരുത് എന്നൊരു ചിന്താഗതിയായിരുന്നു സരയുവിന്റെ മനസ്സിൽ. പക്ഷെ അച്ഛനും നൊന്തെന്നറിഞ്ഞപ്പോൾ സരയുവിന് സഹിച്ചില്ല. ഇതിനൊക്കെ താൻ പ്രതികാരം ചെയ്യും എന്നൊരു ചിന്ത സരയുവിന് മനസ്സിലേക്ക് വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് കല്യാണി ഇല്ലാതാക്കാനായിട്ട് അച്ഛൻ ഇവിടെ വേണം, എന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ കാർത്തികനെ കാണാൻ ചെല്ലുവാണ്. അങ്ങനെ കാർത്തിക വന്ന് കഥ തുറക്കുന്നേ. ഈ സമയത്ത് കിരൺ ചോദിച്ചു, എന്താ കാർത്തികെ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഞാൻ CI മാർട്ടിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് എൻ്റെ ദിലീപേട്ടൻ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയില്ലേന്ന് ചോദിച്ചു. എന്നിട്ടോ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടില്ല എന്ന് തന്നെയാ പറഞ്ഞേ. വന്നിട്ടുണ്ടെങ്കിൽ അവനെ ആരെങ്കിലും കാണാതിരിക്കുവോ. പക്ഷെ ഞാൻ അങ്ങനെ തർക്കിച്ചു കഴിഞ്ഞപ്പം അയാളൊരു പെൺഡ്രൈവിലൊരു പിക്ചറിട്ട് വന്നു, ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നേ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. സത്യം പറകിരണേ, അവൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലേ. അതിനുശേഷം എന്താ സംഭവിച്ചേ, ആ താലി കെട്ടുന്ന സമയത്ത് കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല. കിരൺ മാത്രമല്ല, രതീഷും ബൈജു ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ അവനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് പിന്നെ കാർത്തികെ, സത്യം പറ, എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ആ CI മാർട്ടിൻ എന്തൊക്കെയോ അറിഞ്ഞ മട്ടില്ല. അയാൾക്ക് എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നേ. ആ രീതിയിലാണ് വന്ന് ചോദ്യം ചെയ്തേ. ഇനിയും വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേ, സത്യം പറ, അവനെ നീ എന്തെങ്കിലും ചെയ്തോ, ഉണ്ടെങ്കിലുള്ള കാര്യം പറയാൻ പറഞ്ഞു. ഒടുവിൽ കല്യാണി പറഞ്ഞു, അതേ ചേച്ചി, ഒരു പ്രശ്നമുണ്ടെന്ന് പറയാ. അത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഞാൻ പറയാമെന്നും പറഞ്ഞ് കിരൺ അന്ന് നടന്ന കാര്യം പറയണം. അത് കേട്ടപ്പോൾ കാർത്തിക് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരുന്നു. പിന്നീട് കിരണിനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട കിരണേ, എന്താണെങ്കിലും നിന്റെ പേരിൽ ഒരു കേസും വരാൻ പോകുന്നില്ല. അവനെ തീർത്ത ഞാനാന്ന് പറഞ്ഞോളാം പോലീസിനോട്. ഞാൻ ആ കുറ്റം ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഏയ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായുള്ളൂ. അവനെ തീർത്ത ഞാൻ അന്തസ്സോടെ ഞാൻ ജയിലിൽ പോയി കിടന്നാളാന്ന് പറഞ്ഞു. പക്ഷെ കാർത്തി പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത്രയും കാലം കൊടും ക്രൂരത ചെയ്തവനാ. ഒരു പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കിരൺ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് മാത്രമല്ലേ, അതുകൊണ്ട് ഈ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം കിരണോ അത് സമ്മതിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. കാരണം സ്റ്റെഫി ഭ്രാന്ത് പിടിച്ച് നടക്കുമല്ലേ, എങ്ങനെയെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കിരണാന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. സ്റ്റെഫി വൈരാഗ്യമായിട്ട് ഇറങ്ങിത്തിരിക്കും കിരണൻ കല്യാണി ഇല്ലാതാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ രാഹുല് കല്യാണിനെ ഇല്ലാതാക്കാനൊക്കെ വരുന്നുണ്ട്. എത്രയൊക്കെ രാഹുൽ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.